നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ സജി ചെറിയാനെ കൊണ്ട് ഈ മന്ത്രിസഭയ്ക്ക് തന്നെ വലിയ തലവേദനയായി തീർന്നിരിക്കുകയാണ്. വിവാദ പ്രസ്താവന, ന്യായീകരണം, ഒടുവിൽ ക്ഷമാപണം. മന്ത്രിയായ ശേഷം സജി ചെറിയാൻ വാർത്തകളിൽ നിറഞ്ഞത് ഏറെയും ഇങ്ങനെയാണ്. ഏറ്റവും ഒടുവിൽ ബിഷപ്പുമാർക്കെതിരായ പരാമർശം പിൻവലിച്ച് തലയൂരി. പല വിവാദങ്ങളിലും CPM നേതൃത്വം കൈയൊഴിഞ്ഞതോടെയാണ് സജി ഖേദപ്രകടനത്തിന് തയ്യാറായത്. MLA മാത്രമായിരിക്കെ 2018 മഹാപ്രളയത്തിൽ ചെങ്ങന്നൂരിലെ 10,000 മരിക്കുമെന്ന് പറഞ്ഞ് സജി വിലപിച്ചത് പാർട്ടി നേതൃത്വത്തിൻ്റെ അപ്രീതിക്കിടയാക്കി. ഞങ്ങൾക്കൊരു ഹെലികോപ്റ്റർ താ, ഞാൻ കാല് പിടിച്ച് പറയാം, എൻ്റെ നാട്ടുകാർ മരിച്ചു പോകും, 10,000 മരിച്ചു പോകും, എയർലിഫ്റ്റിംഗ് ഇല്ലാതെ വഴിയില്ല, രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് മത്സ്യബന്ധന വള്ളങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളാവുന്നത് ചെയ്യുകയാണ്, എൻ്റെ വണ്ടിയടക്കം നിലയില്ലാ വെള്ളത്തിൽ കിടക്കുകയാണ്, ഇവിടെ പട്ടാളമിറങ്ങണം, ഞങ്ങൾ മരിച്ചു പോകും, ഞങ്ങളെ സഹായിക്കൂ പ്ലീസ് എന്നായിരുന്നല്ലോ പ്രളയകാലത്ത് സജി ചെറിയാൻ്റെ വിലാപം. ഇതോടെ ഇടത് സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് വിമർശനങ്ങൾ ഉയർന്നു. മന്ത്രിയായ ശേഷം സജിയുടെ നാവിന് കടിഞ്ഞാണില്ലാതെയായി. പൊതുപരിപാടിയിൽ രാജ്യത്തിൻ്റെ ഭരണഘടനയെ കുന്തവും കുടച്ചക്രോ എന്ന പ്രയോഗങ്ങളിലൂടെ അപഹസിച്ചത് മന്ത്രിസ്ഥാനം തെറിക്കാൻ കാരണമായി. നിയമയുദ്ധത്തിനൊടുവിൽ മന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടിയെങ്കിലും വിവാദങ്ങളിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ല. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെതിരായ പരാമർശങ്ങളും വിവാദമായിരുന്നു. സ്ത്രീകളിലൂടെ ആയിരിക്കും കോൺഗ്രസിൻ്റെ അന്ത്യമെന്നും എവിടുന്ന് കിട്ടി ഈ സാധനത്തിന് എന്നുമായിരുന്നു സജിയുടെ വാമൊഴി വഴക്കം. UDF കാലത്ത് സരിത പറഞ്ഞതുപോലൊരു കഥയാണിപ്പോൾ സ്വപ്ന പറയുന്നതെന്ന് പരാമർശം പാർട്ടിയെ ഏറെ വലച്ചു. സിൽവർ ലൈൻ വിഷയമാണ് സജിയെ പരിഹാസ്യനാക്കിയ മറ്റൊരു വിവാദം. കേരയിൽ പാതയ്ക്ക് ഇരുവശവും 1 മീറ്റർ പോലും ബഫർ സോൺ ഇല്ലെന്നും താൻ DPR മുഴുവൻ വായിച്ചതാണെന്നുമാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. എന്നാൽ കേരയിൽ MDയും CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനും ബഫർ സോൺ ഉണ്ടെന്ന് വ്യക്തമാക്കിയതോടെ സജിക്ക് തിരുത്തേണ്ടി വന്നു. പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ് ശരിയെന്നും തനിക്ക് തെറ്റുപറ്റിയതാകാമെന്നുമായിരുന്നു തിരുത്ത്. ഇഷ്ടക്കാർക്ക് വേണ്ടി സജി ഇടപെട്ട് സിൽവർ ലൈൻ അലൈൻമെൻറ്റ് മാറ്റിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആരോപിച്ചതും വിവാദത്തിന് തിരികൊളുത്തി. താൻ അറിയാതെ ദത്ത് നൽകിയ കുഞ്ഞിനു വേണ്ടി നിയമ പോരാട്ടം നടത്തിയ അനുപമയ്ക്കും ജീവിത പങ്കാളിക്കുമെതിരായ പരാമർശത്തിലും സജി കടുത്ത വിമർശനം നേരിട്ടു. വിവാഹം കഴിച്ച് 2-3 കുട്ടികളുണ്ടാകുക, എന്നിട്ട് സുഹൃത്തിൻ്റെ ഭാര്യയെ പ്രേമിക്കുക, അതുപോരാഞ്ഞിട്ട് വളരെ ചെറുപ്പമായ മറ്റൊരു പെൺകുട്ടിയെ പ്രേമിക്കുക, ആ കുട്ടിക്കും കുഞ്ഞിനെ നൽകുക, പെൺകുട്ടിക്ക് അതിൻ്റെ കുഞ്ഞിനെ ലഭിക്കണമെന്നതിലൊന്നും ഞങ്ങൾ എതിരല്ല, പക്ഷേ ആ അച്ഛൻ്റെയും അമ്മയുടെയും മനോനില മനസ്സിലാക്കണം. ഇതായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. താൻ മുമ്പ് വിവാഹം കഴിച്ചിരുന്നില്ലെങ്കിലും മറ്റൊരു കുട്ടിയില്ലെന്ന് അനുപമയുടെ പങ്കാളി അജിത്ത് വ്യക്തമാക്കിയതോടെ സജി പ്രതിരോധത്തിലായി. കഴിഞ്ഞ നവംബറിൽ മാന്നാറിലെ ഒരു പൊതുപരിപാടിക്കിടെ കേരളത്തിൽ കൃഷി ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലെന്നും തമിഴ്നാട്ടിൽ അരി ഉള്ളിടത്തോളം കാലം ഇവിടെ ആരും പട്ടിണി കിടക്കില്ലെന്നുള്ള പരാമർശമുണ്ടായി. ഇതിനെതിരെ കർഷകർ തെരുവിലിറങ്ങി. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ഒരു യോഗത്തിൽ സജിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന കവിത സംഘാടകരിൽ ഒരാൾ അവതരിപ്പിച്ചതും സാമൂഹിക മാധ്യമങ്ങളിൽ പരിഹസിക്കപ്പെട്ടു. അങ്ങനെ അപഹാസ്യനായി നിൽക്കുന്ന സജി ചെറിയാൻ ഇപ്പോൾ പാർട്ടിക്കും മന്ത്രിസഭയ്ക്കും വലിയൊരു തലവേദന തന്നെ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുന്തവും കുടച്ചക്രവും ഒക്കെ ഇനി നല്ല പോലെ സൂക്ഷിച്ചെങ്കിലേ രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ സജി ചെറിയാൻ വീണ്ടും പുറത്തേക്ക് പോകും.